Hi, welcome to next class of mathematical logic. Today class I would like to explain about a weak version of induction. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്താണെന്നും വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് പറഞ്ഞു. വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് 2-3 തിയറംസ് പ്രൂവ് ചെയ്തു. ഇനി ഇതിലും വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ നമ്മൾ അപ്ലൈ ചെയ്യും. എന്തായിരുന്നു വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ? എവറി നോൺ എംപ്റ്റി സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് ഹാസ് എ least element. Every non-empty set of positive integers has a least element. Next is theorem 1.1. Let S be the set of positive integers satisfying following properties. 1 belongs to S ആണ്. ഇതൊക്കെ തന്നിട്ടുണ്ടാവും കേട്ടോ, നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. S be the set of all positive integers satisfying 1 belongs to S. If K is an arbitrary positive integer in S, then K plus 1 belongs to S. Then ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ എസ് ഇസ് ഈക്വൽ ടു എൻ എന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ എസ് ഇസ് ഈക്വൽ ടു എൻ. സോ ഹൗ വിൽ യു പ്രൂവ് ദാറ്റ്? പ്രൂഫ് ഈസ് ബൈ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ. മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ. പ്രൂഫ് ഈസ് ബൈ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ. ഓക്കെ, സോ ഫോർ ദാറ്റ് നമ്മൾക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എസ് ഈക്വൽ ടു തന്നെയാണ്. നമ്മൾ ആ രീതിയിലൊന്ന് ഇത് മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് തന്നെ അതിന്റെ പ്രൂഫ് കൃത്യമായിട്ട് അങ്ങ് വരും. അപ്പോൾ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ ആണെങ്കിൽ വാട്ട് ഈസ് വി ഹാവ് ടു പ്രൂവ്? വി ഹാവ് ടു പ്രൂവ് എസ് ഈക്വൽ ടു എൻ. സോ കോൺട്രഡിക്ഷൻ മീൻസ് assume that suppose s not is equal to n. അപ്പൊ എന്ത് സംഭവിക്കും? എസും എന്നും ഈക്വൽ അല്ലെങ്കിൽ എന്നിലും എസിലും എന്നിലുള്ളതും എസിൽ ഇല്ലാത്തതുമായിട്ടുള്ള കുറച്ച് എലമെന്റ്സ് എവിടെ എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, സോ ലെറ്റ് ടി ബി സച്ച് ദാറ്റ് ടി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എൻ ഇൻ എൻ സച്ച് ദാറ്റ് എൻ എവിടെ ഇല്ല? എസിൽ ഇല്ലാത്ത എലമെന്റ്സ് ആണ്. അപ്പൊ എസ് നോട്ട് ഈക്വൽ ടു എൻ ആയതുകൊണ്ട് ഇങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന എലമെന്റ് എന്തായാലും എക്സിസ്റ്റ് ചെയ്യുമല്ലോ. രണ്ടിലും ഇല്ലേ? ഏതിലും ഒന്നിലുണ്ട്, ഒന്നിലില്ല. അതാണല്ലോ ഇതിന്റെ അർത്ഥം. അപ്പൊ ടി ദിസ് ഇസ് നോൺ എംപ്റ്റി. ഇത് എന്താണ്? നാച്ചുറൽ നമ്പർ തന്നെയാണ്. സോ ഇത് വരും ടി ഈസ് എ നോൺ എംപ്റ്റി subset of positive integers. Subset of positive integers. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഏത് യൂസ് ചെയ്യുക? വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ. എപ്പോഴും നമ്മൾ ഈ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുക. ബൈ യൂസിങ് വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ we have എന്ത് കണ്ടെയ്ൻ ചെയ്യും? T contains a least element. T contains a least element. Say M. Okay. Any least element M belongs to എവിടെയാണ്? T യിലാണ്. M belongs to T, which implies M is a positive integer. And M not belongs to S. അപ്പോൾ നമ്മൾക്ക് എന്തറിയാം? ബൈ പ്രോപ്പർട്ടി 1 പ്രകാരം എന്താണ്? 1 belongs to S ആണ്. അപ്പൊ 1 ആണ് അവിടുത്തെ പോസിറ്റീവ് ഇന്റിജറിലെ ലീസ്റ്റ് 1 എന്ന് അറിയാം. പിന്നെ എന്താ? അപ്പൊ എം എന്തായാലും എന്ത് തന്നെയായിരിക്കും? 1 belongs to S ആണ്. എം എവിടെ ഇല്ല? എസിൽ ഇല്ല. അപ്പൊ എം എന്തായാലും 1നേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. എം ഗ്രേറ്റർ ദാൻ 1. M is the least element. Least element of T. T യുടെ ലീസ്റ്റ് എലമെന്റ് ആണ് M. അപ്പോ എന്തുണ്ടാവില്ല? M-1 not belongs to T. അപ്പൊ ടിയിലില്ലെങ്കിൽ അത് എവിടെ കാണും? M-1 belongs to S ൽ ഉണ്ടാവും. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാലോ. എസ് ഉണ്ടെങ്കിൽ
കെ ഉണ്ടെങ്കിൽ കെ പ്ലസ് വണ്ണും ഉണ്ടാവുന്നതാണ്. അപ്പൊ എം മൈനസ് വൺ ഉണ്ടെങ്കിൽ എം മൈനസ് വൺ പ്ലസ് വൺ ബിലോങ്സ് ടു എസ് ആണ്, വിച്ച് ഇംപ്ലൈസ് എം ബിലോങ്സ് ടു എസ് ആണ്. ദിസ് ഇംപ്ലൈസ് എ കോൺട്രഡിക്ഷൻ ബിക്കോസ് എം ഇവിടെ ഇല്ലെന്നാണ് എടുത്തിരിക്കുന്നത്, എം എസിൽ ഇല്ലെന്നാണ് എടുത്തിരിക്കുന്നത്. സോ ദാറ്റ്സ് എ കോൺട്രഡിക്ഷൻ to the assumption that M not belongs to S. This is due to the wrong assumption that S not equal to M. Therefore, S is equal to N. ഇത്രയേ ഉള്ളൂ അതിന്റെ പ്രൂഫ്. ഓക്കെ, ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ കോൺട്രഡിക്ഷൻ അപ്ലൈ ചെയ്തു, എസ് നോട്ട് ഈക്വൽ ടു എൻ ആയിട്ട് എടുത്തു. അതായത് എന്താണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത് അതിന്റെ നെഗേഷൻ ആണ് ചൂസ് ചെയ്യുന്നത്. അപ്പോ ഒരു രണ്ട് സെറ്റ് തമ്മിൽ നോട്ട് ഈക്വൽ ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, ഒരു സെറ്റിലുള്ള എലമെന്റ്സ് ആ മറ്റേ സെറ്റിൽ ഉണ്ടാവില്ല. അപ്പൊ എന്നിൽ ഉണ്ടാവും, എൻ നോട്ട് ബിലോങ്സ് ടു എന്നിൽ, എസിൽ ഇല്ലാത്ത കുറച്ച് എലമെന്റ്സ് എന്തായാലും ഉണ്ടാവും. അതിന് ടി എന്ന് കോൾ ചെയ്തു. അപ്പൊ അങ്ങനെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ടി നോൺ എംപ്റ്റി സെറ്റ് ഓഫ് പോസിറ്റീവ് ഇന്റിജേഴ്സ് ആണ്. അപ്പൊ വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുക. ടി കണ്ടെയ്ൻസ് എ ലീസ്റ്റ് എലമെന്റ്, സേ എം. സോ എം ബിലോങ്സ് ടു ടി. അപ്പോൾ ലീസ്റ്റ് എലമെന്റ് ആയതുകൊണ്ട് എം ടിയിൽ ഉണ്ടാവും. പിന്നെ എം ലീസ്റ്റ് എലമെന്റ് ആണ്, 1 എസിലുണ്ട്. സോ എം ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. കാരണം എം 1 ആണെങ്കിൽ എം എസിൽ ഇല്ലല്ലോ, എസിലെ ലീസ്റ്റ് എലമെന്റ് ആണ് 1. അപ്പോൾ എം 1 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എം എന്താവില്ല, എം എസിൽ ഇല്ല എന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എം ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അപ്പോൾ എം മൈനസ് 1 not belongs to T. സെക്കൻഡ് റിസൾട്ട് അപ്ലൈ ചെയ്യുക. എം മൈനസ് 1 ബിലോങ്സ് ടു എസ് ആയിരിക്കും. സോ എം മൈനസ് 1 എന്തുകൊണ്ടാ ടിയിൽ ഇല്ലാത്തത്, എം ആണ് ടിയിലെ ലീസ്റ്റ് എലമെന്റ്. എം മൈനസ് 1 ടിയിൽ ഉണ്ടാവില്ല. സോ എം മൈനസ് 1 പ്ലസ് 1 ബിലോങ്സ് ടു എസ്, വിച്ച് ഇംപ്ലൈസ് എം ബിലോങ്സ് ടു എസ്. ദാറ്റ് ഇംപ്ലൈസ് എ കോൺട്രഡിക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് തിയറും നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കൊന്നും വേണ്ട, അത് നോക്കിയാൽ മതി. ഇതിൽ രണ്ട് അസംഷൻസ് ഉണ്ട്. ഈ രണ്ട് അസംഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്, നമ്മൾ എസ് കണ്ടെയ്ൻസ് ഓൾ ഇന്റിജേഴ്സ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ നോട്ട് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. നമ്മൾ പ്രൂവ് ചെയ്യുന്നത് മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ ആണ്. നേരത്തെ അതേ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിൽ മാത്രം ഓർത്താൽ മതി. എസ് ഡസ് നോട്ട് കണ്ടെയ്ൻസ് ഓൾ ഇന്റിജേഴ്സ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ നോട്ട് അല്ലേ. എൻ നോട്ട് എന്ന് പറയുന്ന ഒരു ഫിക്സ് ചെയ്തിട്ടുള്ള നമ്പർ, അതിനുശേഷമുള്ള എൻ, എസ് കണ്ടെയ്ൻസ് ഓൾ ഇന്റിജേഴ്സ്, എല്ലാ ഇന്റിജേഴ്സും, എൻ നോട്ടിന് ശേഷമുള്ള എല്ലാ ഇന്റിജേഴ്സും എവിടെ ഇല്ലെന്ന് അസ്യൂം ചെയ്തു, എക്സിൽ ഇല്ലെന്ന് അസ്യൂം ചെയ്തു. അപ്പൊ നമ്മൾക്ക് എന്ത് പറയണം, ലെറ്റ് ടി ഈസ് ഈക്വൽ ടു എൻ ബിലോങ്സ് ടു സെറ്റ് സച്ച് ദാറ്റ് എൻ ഗ്രേറ്റർ ദാൻ എൻ നോട്ട്. സം എലമെന്റ്സ് എവിടെ ഉണ്ടാവില്ല, എസിൽ ഇല്ലാത്ത കുറച്ച് എലമെന്റ്സ്, അതായത് എൻ നോട്ടിന് ശേഷമുള്ള എല്ലാ എലമെന്റ്സും എസിൽ ഉണ്ടെന്നാണ് പ്രൂവ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചൂസ് ചെയ്തു, മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ അപ്ലൈ ചെയ്തു. അപ്പോൾ എൻ നോട്ടിന് ശേഷമുള്ള എല്ലാ എലമെന്റ്സും ഇല്ല. എല്ലാ എലമെന്റ്സും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എലമെന്റ്സ് എസിൽ ഉണ്ടാവില്ല. അതായത് എൻ നോട്ടിന് ശേഷമുള്ള ഗ്രേറ്റർ ആയിട്ടുള്ള എൻ എവിടെ ഇല്ല, എസിൽ. എൻ നോട്ട് ബിലോങ്സ് ടു എസ്. ഇങ്ങനെയുള്ള കളക്ഷനെയാണ് ടി എന്ന് വിളിക്കുക. അപ്പൊ എന്താ പറയാം, ടി ഈസ് നോൺ എംപ്റ്റി സെറ്റ് ഓഫ് പോസിറ്റീവ് ഇന്റിജേഴ്സ്. ഇനി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടി ഈസ് എ നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് ഇന്റിജേഴ്സ് ഗ്രേറ്റർ ദാൻ എൻ നോട്ട്. നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് ഇന്റിജേഴ്സ്, ഇവിടെ പോസിറ്റീവ് ഇന്റിജേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ, അതാണ് ഇവിടെയുള്ള വ്യത്യാസം. നോൺ എംപ്റ്റി സെറ്റ് ഓഫ് ഇന്റിജേഴ്സ് എന്ന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഒരു നോൺ എംപ്റ്റി സെറ്റ് ഓഫ് പോസിറ്റീവ് ഇന്റിജേഴ്സ് കിട്ടണം. അപ്പൊ നമ്മൾ ചെയ്യുന്നത് T1 ഈക്വൽ ടു എൻ മൈനസ് എൻ നോട്ട് എടുത്തു, വേർ എൻ ബിലോങ്സ് ടു ടി. എന്നിനേക്കാളും ഗ്രേറ്റർ ആണുള്ള എല്ലാ എലമെന്റ്സും. അപ്പൊ എന്ത് വരാൻ പറ്റും, വിത്ത് ദിസ് ഇംപ്ലൈസ് എ നോൺ എംപ്റ്റി set of positive integers. Non-empty set of positive integers. So by well ordering principle, എന്ത് പറയാം, well ordering principle,
T1 has a least T1 has a least element. Say m minus n naught. ഇനി നമ്മുടെ m minus n naught ആണ് least element എന്ന് എടുത്തു. Okay. ഇനി n naught belongs to S ആണ്. M belongs to T ആണ്. ഇനി m minus 1 minus n naught എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m minus n naught minus 1. m minus n naught least element ആണ്. അപ്പൊ m minus n naught minus 1 എവിടെ ഉണ്ടാവില്ല? T1 ൽ ഉണ്ടാവില്ല. belongs to T1. Therefore, T1 ൽ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? T1 ൽ എങ്ങനെയുള്ള എലമെന്റ്സ് ആണ് ഉള്ളത്? n minus n naught or n belongs to T ആയിട്ടുള്ളത്. അപ്പോൾ m minus 1 എവിടെ ഉണ്ടാവില്ല? m minus 1 not belongs to T ആയിരിക്കും. Therefore, m ഉം n naught ഇന്റിജേഴ്സ് ആയതുകൊണ്ട് m minus n naught എന്താണ്? ലീസ്റ്റ് എലമെന്റ് ആണ്. ലീസ്റ്റ് എലമെന്റ് that belongs to T1 ആണ്. അപ്പോൾ m belongs to T ആണ്. m എവിടെയുണ്ട്? m എവിടെയുള്ളതാണ്? m minus 1 not belongs to T. m minus 1 not belongs to T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m minus 1 എവിടെ ഉണ്ടാവും? S ൽ ഉണ്ടാവും. ഇനി m minus 1 S ൽ ഉണ്ടെങ്കിൽ നമ്മൾക്ക് രണ്ടാമത്തെ റിസൾട്ട് പ്രകാരം m minus 1 plus 1 belongs to S ആയിരിക്കും. Which implies m belongs to S ആയിരിക്കും. Okay. m belongs to S ആയിരിക്കും. Which implies that this is a contradiction. This is a contradiction to the choice of m minus n naught. Okay. So, എന്ത് സംഭവിക്കാം? So, ഇത് എന്തുകൊണ്ടാണ് കോൺട്രഡിക്ഷനിൽ എത്തിയത്? നമ്മുടെ അസംഷൻ റോങ് ആയതുകൊണ്ട്. So, S contains all integers n greater than or equal to n naught. Next theorem, principle of mathematical induction ആണ്. Let P of n be statement satisfying the following conditions where n belongs to Z. P of n is true for some integer n naught. If P of k is true for an arbitrary integer k greater than or equal to n naught, P of k plus 1 is also true. We have to prove that P of n is true for every integer greater than or equal to n naught. P of n is true for every integer greater than or equal to n naught. Okay. ഇതിന്റെ പ്രൂഫ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ പ്രൂഫും ഇതിന്റെ പ്രോബ്ലംസും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ.